എല്ലാവർക്കും നമസ്കാരം. ആകർഷണ നിയമത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആകർഷണ നിയമവുമായി ബന്ധപ്പെട്ട 5 വീഡിയോകൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്നും അതിനായി ഉപയോഗിക്കുന്ന ടൂളുകളെക്കുറിച്ചുമാണ് അതിൽ സൂചിപ്പിച്ചിരുന്നത്. ആ വീഡിയോ കാണണമെന്നുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കാണാവുന്നതാണ്. ഈ വീഡിയോയിൽ നമ്മളിന്ന് നോക്കുന്നത് ലോ ഓഫ് അട്രാക്ഷനിലൂടെ സാമ്പത്തികം നേടിയെടുക്കാനുള്ള ചെറിയൊരു ടെക്നിക്കാണ്. ജീവിതത്തിൽ എല്ലാവരെയും വിഷമിപ്പിക്കുന്ന കാര്യങ്ങളിൽ അടിസ്ഥാനപരമായത് സാമ്പത്തികമാണ്. സാമ്പത്തികം വന്നാൽ തന്നെ ഒരു പരിധിവരെ മറ്റുള്ള കാര്യങ്ങളെ നമുക്ക് നേരിടാനും സാധിക്കും. വളരെ എഫക്റ്റീവായിട്ടുള്ള, വളരെ നല്ല റിസൾട്ട് തരുന്ന ഒരു രീതിയാണ് ഞാനിവിടെ പറയുന്നത്. ഇതിനായി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു 5 കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നു. ഈ 5 വാക്യങ്ങൾ ഉപയോഗിച്ച് സാമ്പത്തികം എങ്ങനെ നേടിയെടുക്കാൻ കഴിയുമെന്ന് നോക്കാം. ഞാൻ പറയാൻ പോകുന്ന 5 വാക്യങ്ങളും ഒരു ദിവസം 2 സമയങ്ങളിലായി പറയാൻ ശ്രമിക്കുക. ഒന്ന്, രാവിലെ ഉണർന്നയുടനെ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ പറയുക. 2, രാത്രി ഉറങ്ങാനായി കിടന്ന ശേഷം ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് പറയുക. രാത്രിയിൽ ആദ്യത്തെ ഒരു വാക്യം തന്നെ 5 പ്രാവശ്യം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ചെറിയ രീതിയിൽ ഉറക്കം വരുന്ന പോലെ തോന്നാം. എന്നാലും പൂർണ്ണമായും പറഞ്ഞു തീർന്ന ശേഷം മാത്രം ഉറങ്ങുക. ഒച്ചയില്ലാതെ ചുണ്ടുകൊണ്ട് മന്ത്രിച്ചാൽ മാത്രം മതിയാകും. അടുത്തുള്ള ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നമുക്കിത് പറയാൻ സാധിക്കും. ആദ്യത്തെ വാക്യം എന്താണെന്ന് നോക്കാം. അതിങ്ങനെയാണ് പറയുന്നത്: ഞാൻ ധനത്തെ സ്നേഹിക്കുന്നു. ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇത് 5 പ്രാവശ്യമാണ് പറയേണ്ടത്. ഉദാഹരണമായി, ഞാൻ ധനത്തെ സ്നേഹിക്കുന്നു, ഞാൻ ധനത്തെ സ്നേഹിക്കുന്നു, ഞാൻ ധനത്തെ സ്നേഹിക്കുന്നു, അങ്ങനെ പറഞ്ഞ് 5 പ്രാവശ്യം തികയ്ക്കുകയല്ല വേണ്ടത്. ഞാൻ ധനത്തെ സ്നേഹിക്കുന്നു എന്ന് ഓരോ പ്രാവശ്യം പറയുമ്പോഴും 500 രൂപയുടെ ഒരു നോട്ടിൻ്റെ ചിത്രം മനസ്സിൽ കാണുക. അതിൽ 500 എന്നെഴുതിയിരിക്കുന്നതും ഗാന്ധിജിയുടെ ചിത്രവും ആ നോട്ടിൻ്റെ കളറും ബാക്കിയുള്ള എഴുത്തുകളും എല്ലാം മനസ്സിൽ ഓർത്തെടുക്കുക. പറയുമ്പോൾ ഓരോ വാക്കിനുമിടയിൽ ചെറിയൊരു സ്പേസ് കൊടുത്ത് പറയുക. ഞാൻ ധനത്തെ സ്നേഹിക്കുന്നു. ഇങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ആ നോട്ടിൻ്റെ ചിത്രം മാത്രമേ വരാൻ പാടുള്ളൂ. ഇവിടെയും പ്രത്യേകം ഓർമ്മിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്പീഡിൽ പറഞ്ഞ് 5 പ്രാവശ്യം തികയ്ക്കുകയല്ല വേണ്ടത്. ആ ചിത്രത്തെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് പറയേണ്ടത്. ആദ്യത്തെ വാക്യം 5 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമതായി പറയേണ്ടത്: ധനം എന്നിലേക്ക് ധാരാളമായി വന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് പറയുമ്പോഴും മുമ്പേ പറഞ്ഞ പോലെ ഓരോ വാക്കിനുമിടയിൽ ചെറിയൊരു സ്പേസ് കൊടുത്ത് പറയുക. ഇവിടെയും ഓരോ പ്രാവശ്യവും പറയുന്ന സമയത്ത് നമുക്ക് പലരും നോട്ടിൻ്റെ കെട്ടുകൾ കൊണ്ടുവന്ന് തരുന്നതായി മനസ്സിൽ കാണുക. നമ്മുടെ കയ്യിൽ നിറയെ പണത്തിൻ്റെ കെട്ടുകൾ, ധനത്തിൻ്റെ കെട്ടുകൾ, നോട്ടുകെട്ടുകൾ ഇരിക്കുന്നതായും സങ്കല്പിക്കുക. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നും പണം ലഭിക്കുന്നതും മാത്രമല്ല, നമുക്ക് ഏതെങ്കിലും രീതിയിൽ ധനം ലഭിക്കാനുണ്ടെങ്കിൽ അവർ തരുന്നതായും, നമുക്ക് ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ കുറേ ധനം വന്നിരിക്കുന്നതായും ഒക്കെ മനസ്സിൽ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആ ഒരു രണ്ടാമത്തെ സെൻറ്റൻസും 5 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമതായി പറയേണ്ടത്: ഞാനിപ്പോൾ ധനികനാണ്. ഇത് നമ്മൾ പറയുന്ന സമയത്ത് ഓർക്കേണ്ടത്, നമ്മൾ ഒരു ധനികനായാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത്, അതിനെക്കുറിച്ച് ഓരോന്നായി ചിന്തിക്കുക. ഉദാഹരണമായി, നല്ലൊരു വീട് വയ്ക്കുന്നു, കുടുംബമുണ്ടാകുന്നു, വാഹനം, നല്ല വസ്ത്രങ്ങൾ, നല്ല ആഹാരം തുടങ്ങി എല്ലാ കാര്യങ്ങളെയും മനസ്സിൽ കാണുക. ഇതും 5 പ്രാവശ്യം പറയുക. നാലാമതായി പറയേണ്ടത്: എനിക്ക് ലഭിച്ച ധനത്തിൽ നിന്നും ഞാൻ എല്ലാവരെയും സഹായിക്കുന്നു. ഇത് പറയുന്നതും മുകളിൽ പറഞ്ഞ രീതിയിൽ തന്നെയാണ്. ഇത് പറയുന്ന സമയത്ത് നമ്മൾ പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നതായി മനസ്സിൽ കാണുക. അവർക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കുന്നതും വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതും കഴിയുന്ന രീതിയിൽ ധനം നൽകി അവരെ സഹായിക്കുന്നതുമൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് പറയുക. അഞ്ചാമതായി പറയേണ്ടത്: എനിക്ക് ഇത്രയുമധികം ധനം നൽകിയ പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുന്നു. ഞാൻ പൂർണ്ണമായും സന്തോഷത്തിലാണ്. ഇത് പറയുന്ന സമയത്ത് പ്രപഞ്ചത്തെ മുഴുവൻ മനസ്സിൽ കാണുക.
സൂര്യനെയും ചന്ദ്രനെയും മലകളെയും താഴ്വാരങ്ങളെയും പുഴകളെയും കടലിനെയും നമ്മുടെ ചുറ്റുമുള്ള എല്ലാ പ്രകൃതി സമ്പത്തിനെയും മറ്റുള്ള മനുഷ്യരെയും ഒക്കെ മനസ്സിൽ കാണുക. പൂർണ്ണമായ സന്തോഷത്തോടെ ഉറങ്ങുക. ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. 5 കാര്യങ്ങൾ 5 പ്രാവശ്യം വീതം പറയുക. ഓരോന്നും പറയുന്ന സമയത്ത് ഞാനിവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ മാത്രം ഓർമ്മിക്കുക. അവയെക്കുറിച്ച് മാത്രം മനസ്സിൽ കാണുക. ഈ രീതിയിൽ തുടർച്ചയായി പറയാൻ ശ്രമിക്കുക. വേണമെങ്കിൽ ഈ 5 കാര്യങ്ങളെ 2 തവണ റിപ്പീറ്റ് ചെയ്ത് പറയാവുന്നതാണ്. എത്രയാണോ നമുക്ക് പറയാൻ തോന്നുന്നത് അത്രയും പ്രാവശ്യം പറയുക. നമ്മളിൽ അത്ഭുതകരമായ മാറ്റം അനുഭവിച്ചറിയാൻ സാധിക്കും. ഫലം ലഭിച്ചു എന്ന് കരുതി അവസാനിപ്പിക്കരുത്. തുടർച്ചയായി ഇത് ചെയ്യുക. നമ്മൾ അബണ്ടൻസിലേക്ക്, സമൃദ്ധിയിലേക്ക് മെല്ലെ മെല്ലെ പോകുന്നതായി കാണാൻ കഴിയും. നമ്മളെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, സാമ്പത്തികമോ അസുഖമോ മറ്റേതെങ്കിലും പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ഈ സമയത്ത് ഓർമ്മിക്കരുത്. മാത്രമല്ല, ഒരിക്കലും കിടക്കയിൽ ഉറക്കം വരുന്നത് വരെ മൊബൈൽ നോക്കുന്ന ശീലവും ഒഴിവാക്കുക. പരമാവധി നോക്കിയ ശേഷം മാത്രം ഉറങ്ങാൻ കിടക്കുക. ഇത് പറയാൻ കാരണം, ഉറക്കത്തിന് തൊട്ട് മുമ്പുള്ള സമയം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ട ഒന്നാണ്. ആ സമയം മൊബൈലിൽ നമ്മൾ നോക്കുന്നത് റീൽസ്, സിനിമ, കോമഡി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഒരു ഓർഡറില്ലാത്ത കുറേ കാര്യങ്ങളായിരിക്കും. എന്നാൽ അതൊന്നും നമുക്ക് ഉപകാരമുള്ളതായിരിക്കില്ല. ഈ സമയം ആകർഷണ നിയമം നന്നായി പ്രവർത്തിക്കുന്ന ഒരു സമയമാണ്. ആയതിനാൽ കഴിയുന്നതും ആ സമയത്ത് ആവശ്യമില്ലാത്ത മെസ്സേജുകൾ ഉപബോധ മനസ്സിന് നൽകാതിരിക്കുക. നമുക്ക് റീൽസ് കാണാനും സിനിമ കാണാനുമൊക്കെ നമ്മൾ ഉണർന്നിരിക്കുന്ന മറ്റു സമയങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഒരു പ്രധാന കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ധനത്തെ മുകളിൽ പറഞ്ഞ രീതിയിൽ മാത്രമല്ല, ജീവിതത്തിൽ എപ്പോഴും ധനത്തെ സ്നേഹിക്കുക, ആദരിക്കുക. ധനത്തെ എപ്പോഴും സൂക്ഷിക്കുന്നത് നല്ലൊരു പേഴ്സിൽ മടങ്ങാതെ വെക്കാൻ ശ്രമിക്കുക. നമ്മുടെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ചില്ലറ നാണയങ്ങൾ ചിലപ്പോൾ കുറേയധികം കയ്യിൽ വന്നു വരാം. ഒരു വിഷമവും കൂടാതെ അതിനെ ശ്രദ്ധയോടെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. ധനത്തെ ഒരിടത്തും അശ്രദ്ധമായി വയ്ക്കാതിരിക്കുക. മാത്രമല്ല, നമ്മുടെ വീട്ടിൽ പ്രാർത്ഥനാ മുറിയിൽ നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മുന്നിൽ ഒരു നോട്ട്, അത് എത്ര രൂപയായാലും അവിടെ വയ്ക്കുക. 50, 100, 500 എത്രയാണോ വയ്ക്കാൻ തോന്നുന്നത് അതവിടെ വയ്ക്കുക. കഴിയുന്നതും ആ ക്യാഷ് എടുക്കാതിരിക്കുക. നമ്മുടെ പ്രാർത്ഥനാ സമയത്ത് ആ നോട്ടിലേക്കും കൂടി നോക്കി പ്രാർത്ഥിക്കുക. ദൈവത്തെ നമ്മൾ എത്രമാത്രം മനസ്സിൽ കരുതുന്നുവോ അതുപോലെ ഈ ക്യാഷിൻ്റെ ചിത്രവും നമ്മുടെ മനസ്സിൽ തികഞ്ഞ ആദരവോടെ സൂക്ഷിക്കുക. ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ അത്രയും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രം മതി. എന്ത് അത്ഭുതമാണ്, എന്ത് മാജിക്കാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് അനുഭവിച്ചറിയാൻ കഴിയും. മീഡിയ 3 മലയാളം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ലൈക്കും കമൻറ്റും ചെയ്യുക. ആകർഷണ നിയമത്തിൻ്റെ മറ്റൊരു സബ്ജക്റ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.